In the last class, we are studying about the life cycle of moth. Do you remember that? Oh, I think it is not so much. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് കണ്ടത് ഓർക്കുന്നുണ്ടോ ആൻമരിയ? ഓക്കെ ഓക്കെ, ഇനിയിപ്പോ അതിലേക്ക് പോകേണ്ടതില്ല. നമ്മള് സിൽക്കിന്റെ കഴിഞ്ഞായിരുന്നു അല്ലെ? സെറികൾച്ചർ കഴിഞ്ഞല്ലായിരുന്നോ? കംപ്ലീറ്റഡ് ഐ തിങ്ക് ഇനി നെക്സ്റ്റ് പേജിൽ എടുത്താൽ മതി തോന്നുന്നു അല്ലേ? Have we completed that sericulture until what is sericulture? Sericulture means what? And the sericulture, the breeding and management of silkworms for the production of silk is known as sericulture. Faith, are you stuck there? Can you hear me? Only Anne-Marie is alive, I think. Others are stuck. ശ്രേയ ഓൾസോ, ശ്രേയനും കാണുന്നില്ല. ഫെയ്ത്തെ എന്താ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ടോ? പക്ഷെ എന്താ സൗണ്ട് ഇല്ല. ഓക്കെ, മ്യൂട്ടഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ സെറികൾച്ചറിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ? സെറികൾച്ചർ മീൻസ് the breeding and the management of silkworms for the production of silk. സിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിൽക്ക് വാമിനെ ബ്രീഡിങ് ചെയ്യുന്നതും അതിനെ ഫീഡ് ചെയ്ത് വളർത്തി വലുതാക്കി അതിൽ നിന്നും നമ്മള് സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മള് സെറികൾച്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് പഠിച്ചാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ we will go to the next point. സെറികൾച്ചറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അൻമരിയ? ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ നമ്മൾ പഠിച്ചു സെറികൾച്ചറിൽ നമ്മള് ലാസ്റ്റ് നമ്മൾ കൊക്കൂണി എടുത്തോണ്ട് പോയ ശേഷം അതിനെ ബോയിൽഡ് വാട്ടറിലിട്ട് ഹീറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലുള്ള ആ പ്യൂപ്പേനെ അതിനെ എടുത്ത് പുറത്ത് കളയും. അതിനുശേഷം നമ്മൾ അതിന്റെ കൂട് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ അത് മെഷീനിലിട്ട് വേറെ ഫാക്ടറി കൊണ്ടുപോയി മെഷീനിലിട്ടിട്ട് ത്രെഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ സിൽക്ക്വാം റോ സിൽക്കിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ? വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. After this heating, the filaments from 4 to 8 cocoons are joined and twisted. This is then combined with a number of other similarly twisted filaments to make a thread that is wound on reel. The rustling thread is called a raw silk. It is wound into silk cloth by weavers. ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് ഈ സിൽക്ക് സാരി ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിൽ പോയിട്ടുണ്ട്. വീവിങ് ചെയ്യുന്ന കമ്പനിയില് അത്ര കെയർഫുൾ ആയിട്ട് എത്ര ആൾക്കാർ അത് ചെയ്യുന്നത്, കുറെ ആൾക്കാർ ചേർന്ന് അതിന്റെ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് സിൽക്കിന്റെ ഡ്രസ്സസ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിൽക്ക് ഡ്രസ്സസ് ആർ വെരി കോസ്റ്റ്ലി. അതുപോലെ സിൽക്ക് സാരി എന്നൊക്കെ പറഞ്ഞാൽ നിയർലി 10,000 എബൌട്ട് 10,000 മേളിലോട്ടാണ്. 20,000, 30,000, 50,000, 55 അങ്ങനെ ലാക്ക് റുപ്പീസ് ഒക്കെ വരുന്നുണ്ട്. പലതരത്തിലുള്ള സിൽക്ക് ഉണ്ട്. Next point is the health conditions of workers in wool and sericulture industry.
ഈ വൂളിന്റെയും സെറികൾച്ചറിന്റെയും ഒക്കെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഹെൽത്ത് കണ്ടീഷൻസ്. അപ്പൊ നമുക്ക് ഡ്രസ്സ് കിട്ടുന്നു, വി ഗെറ്റ് ദ വൂളൻ ക്ലോത്ത്സ് ആൻഡ് സിൽക്ക് ക്ലോത്ത്സ്. വി ഡോണ്ട് തിങ്ക് ദ we never think about the people those who work behind of it. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഇതിന്റെ പുറകിലത്തെ സ്റ്റോറികളൊക്കെ. നമുക്കൊരു ഡ്രസ് വാങ്ങിച്ചു, സൂപ്പർ ഡ്രസ്, വി ലൈക്ക് ഇറ്റ്. അതിൽ ഹൗ മെനി പീപ്പിൾ ഹാവ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ്? എത്ര ആൾക്കാർ അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നമ്മളതൊന്നും ചിന്തിക്കുന്നില്ല. ഇതെങ്ങനെ നമ്മുടെ കയ്യിലെത്തി, ഇതെങ്ങനെ നമുക്ക് ഒരു മരത്തിൽ കഴിച്ചുണ്ടാക്കുന്ന ഒരു സാധനമല്ല. many people have to work hard to make a dress for us, isn't it? അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഈ സെറികൾച്ചറിന്റെ ഫീൽഡിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ വൂളിന്റെ ഷീപ്പിനെ വളർത്തുന്നവര്, ഗ്രേസ് ചെയ്യുന്നവര്, പിന്നെ അതിനുശേഷം പിന്നെ അതിന്റെ എന്താ പറയുക ഷേവിങ് നമ്മൾ കണ്ടായിരുന്നു, അതിന്റെ ഷെയറിംഗ് ഒക്കെ ഞാൻ കാണിച്ചില്ലായിരുന്നു. അതിന്റെ ബോഡിയിൽ നിന്ന് അതിന്റെ വൂളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന, ഷേവ് ചെയ്തെടുക്കുന്ന കാണിച്ചു തന്നല്ലേ വീഡിയോ. ഓക്കെ, സോ അതിന്റെ ആൾക്കാര് പിന്നെ ഫാക്ടറി കൊണ്ടുപോകുന്നു, അവിടെ വാഷ് ചെയ്യുന്നു, അഗെയിൻ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വീവി ചെയ്ത് നമുക്ക് നല്ല ഡ്രസ്സായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഹൗ മെനി പീപ്പിൾ വർക്ക് ബിഹൈൻഡ് ഓഫ് ഇറ്റ്, ഇതിന്റെ പിറകിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആരും അതിനെപ്പറ്റി യാതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ലേ ഇല്ല, അല്ലെ? ഓക്കെ, ഇനി ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സെറികൾച്ചറിന്റെ ഫീൽഡിലായാലും വർക്ക് ചെയ്യുന്ന ആൾക്കാര് ഓർ നമ്മൾ ഇവിടെ ഈ പറയുന്ന വൂളിന്റെ ഇതിലേക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അബൌട്ട് ദെയർ ഹെൽത്ത് കണ്ടീഷൻസ് വി ഷുഡ് നോ. Workers employed in almost all processes of the sericulture industry are adversely affected by a number of diseases. People, those who work in this field, means sericulture and wool field, have to undergo many types of diseases. അവർക്ക് പെട്ടെന്ന് അഫക്ട് ചെയ്യും അസുഖങ്ങൾ. ഒരു പെട്ടെന്ന് തന്നെ അസുഖം. നമുക്കറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ പിന്നെ പണിക്ക് വരുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അഗ്രികൾച്ചറൽ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അത്ര വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. മീൻസ് പറമ്പിൽ കളിക്കുന്നു, അത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? സോ ദേ ഡു നോട്ട് ഹാവ് എനി health problems from that. But those who do the welding work, painting work, then wiring work, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ഹെൽത്ത് എന്ന് പറയുന്നത് കുറെ നാളത്തെ, മീൻസ് അവർ യങ് പീപ്പിൾ ആണെങ്കിൽ അല്ലെ ഹെൽത്തി ആണെന്നൊരു ഒക്കെ കുറെ നാളത്തിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ഓടും. ബട്ട് അവർ കുറച്ച് ഓൾഡ് പീപ്പിൾ ആകുമ്പോഴത്തേനും അവർക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകും. ബിക്കോസ് ഇറ്റ് ഈസ് കെമിക്കൽ തിങ്സ്. ദ യൂസ് ഓഫ് കണ്ടിന്യൂസ് ഹെൽത്ത് മെറ്റീരിയൽസ് വിൽ cause for different types of diseases and all. അതായത് ബ്രീത്തിങ് പ്രോബ്ലംസ്, അതായത് ശ്വാസകോശങ്ങളൊക്കെ ബാധിക്കുന്ന. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പെയിന്റ് അടിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോഴത്തേനും ശ്വാസതടസ്സങ്ങളുണ്ടാകും. കാരണം കണ്ടിന്യൂസ്ലി ഇവര് പെയിന്റിന്റെ സ്മെൽ അടിച്ചടിച്ച്, നമ്മുടെ വീട്ടിലൊക്കെ പെയിന്റ് അടിച്ചാൽ നമുക്ക് ആ സ്മെല്ല് ഒരു 3-4 ദിവസത്തേന് പോലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. എന്തായാലും ഒരു പെയിന്റ് അടിക്കുന്ന റൂമിൽ ഒരു 3-4 ദിവസത്തെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്മെൽ ഉണ്ടാകും, അല്ലെ? ന്യൂലി പെയിന്റഡ് ആയിട്ടുള്ള വീട്ടിലൊക്കെ നമ്മൾ ചെയ്യലും പറയാം. അപ്പൊ ഈ വർക്കേഴ്സ്, ദോസ് ഹു വർക്ക് ഇൻ ദാറ്റ് ഫീൽഡ് വിൽ ബി ഫേസിങ് ദിസ് പ്രോബ്ലം ഡെയിലി. നമ്മൾ ഒരാഴ്ച നമ്മുടെ ഒരു വീടിന്റെ മാത്രം പ്രശ്നം നോക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾ കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇനി വെൽഡിങ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കണ്ടിട്ടുണ്ടാകും. അവരൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ദോസ് പീപ്പിൾ വർക്കിംഗ് ഇൻ വെൽഡിങ് ഫീൽഡ് ആൻഡ് ഓൾ, they use a special glass and all, because അതിന്റെ റേസ്, ഈ ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേസ് അത് നമ്മുടെ കണ്ണിന് എത്രത്തോളം എഫക്ട് ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെങ്ങാനും ഒരു ദിവസം പണിയുമ്പോൾ അതിന്റെ ഇത് വരുമ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ടേ പോകാറില്ല. കാരണം നമുക്കറിയാം ഇറ്റ് ഇഫക്ട്സ് അവർ ഐസൈറ്റ്, നമ്മുടെ ഐസൈറ്റിന്റെ ബോധം ഇതാക്കും നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പോയി. പക്ഷെ ദീസ് പീപ്പിൾ ഡെയിലി ദേ ആർ ഡൂയിങ് ദിസ് വർക്ക്, isn't it? So gradually they will become sick. In same way, people work in this field also, sericulture and wool and all, they too will have different types of diseases. First one is sorter's disease. Sorter disease means people working in the wool industry sometimes get infected by a bacterium called anthrax. It leads to a fatal blood disease called sorter's disease. ശരി, ഇത് നമുക്കറിയാം. വൂള് ഇതിന് പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാകും, അല്ലെ? നമുക്കറിയാം, നമ്മളൊരു സമ്മർ സീസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പ്രത്യേക വേഗം അലർജി ഉണ്ടാകും. പൊടി അലർജി എന്ന് പറയും, അല്ലെ? സോ ഫോർ സം പീപ്പിൾ നമ്മൾ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള പഴയ തുണിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും പണിയൊക്കെ ചേർന്ന് പൊടിയടിക്കും. ഫോർ സം പീപ്പിൾ ജസ്റ്റ് ഇനഫ് ടു ക്ലീൻ ദ ഹൗസ്,
നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്താൽ മതി, അവർക്ക് ആ പൊടി അടിച്ച അലർജി ഉണ്ടാകും. അപ്പോൾ ഇവിടെയും ഈ വൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ വൂൾ ഇൻഡസ്ട്രി സംടൈംസ് ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ എ ബാക്ടീരിയം കോൾഡ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറഞ്ഞ പൊടി അടിച്ചിട്ടുണ്ടാകുന്ന ഒരു ആ ഡിസീസ് ഉണ്ടാകും. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു എ ഫാറ്റൽ ബ്ലഡ് ഡിസീസസ് കോൾഡ് സോട്ടേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം. സോട്ടേഴ്സ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം, ബ്ലഡിൽ ഉണ്ടാകുന്ന അസുഖം ഈ പറഞ്ഞ, അതായത് അലർജി പോലെ ഉണ്ടാകുന്ന ഒരു അസുഖം ഈ പൊടിയൊക്കെ അടിച്ചിട്ട്. നെക്സ്റ്റ് വൺ ഈസ് റെസ്പിറേറ്ററി ഡിസീസസ്. ഈ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ്. അതായത് നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു. Inhalation of vapors arising from cocoons undergoing steaming, cooking and reeling produces breathing problems, asthma and other bronchial ailments. അതായത് ഈ കൊക്കൂണുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെ നമ്മൾ പറഞ്ഞു കൊക്കൂണിനെ എടുത്തുകൊണ്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇടുന്ന ഇത് പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിൽ നിന്നും ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അണ്ടർഗോയിങ് സ്ട്രീമിങ്, പിന്നെ കുക്കിംഗ് ആൻഡ് റീലിംഗ് പ്രൊഡ്യൂസേഴ്സ്, ഇതെല്ലാം മെഷീനിലൊക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അതിൽ നിന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒപ്പം കുറെ കെമിക്കൽസും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ക്ലോത്ത് ആകുന്നത്, അല്ലെ? കുറച്ച് കെമിക്കൽസ് കൂടെ they will add, then only it will come into the form of ഡ്രസ്. സോ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ട്. ഇൻഹാലേഷൻ എന്ന് വെച്ചാൽ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നു, തടസ്സം, ശ്വാസകോശത്തെ ബാധിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് സ്കാബീസ് ആൻഡ് അതർ സ്കിൻ ഇൻഫെക്ഷൻസ്. നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻ മീൻസ് ചൊറിച്ചിലും അങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നു സ്കിന്നിന്. The first step in reeling is the boiling of cocoons in water to kill the worms. നമ്മൾ കണ്ടതാണ് അത് ആ വീഡിയോയിൽ അവരെടുത്തുകൊണ്ട് പോയി ചൂടുവെള്ളത്തിലിട്ട് അതിനെ ബോയിൽ ചെയ്തിട്ട് അതിനകത്തുനിന്ന് അതിനെ കില്ല് ചെയ്യുന്നത്. ഓക്കെ, so as a result of constant dipping in boiling water, the skin of the workers become raw and blistered, resulting in peeling of the skin of hands and feet. So they have to put their hand always, means അതിനെ ചൂടുവെള്ളത്തിലേക്ക് ഇടണം, അതിനുശേഷം അത് പൊക്കി എടുക്കുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ഡിപ്പിംഗ് ഇൻ ടു ദാറ്റ് വാട്ടർ will cause for the skin disease for the people. അപ്പൊ ഈ ചൂടുവെള്ളത്തിൽ അങ്ങനെ ഇടുകയും അതിനെ എടുക്കുകയും അങ്ങനെ ഒരു തവണ ചെയ്യുമ്പോൾ ആകുന്നില്ല, പക്ഷെ അവർ കണ്ടിന്യൂസ് അവരുടെ വർക്കാണ് അത്. സോ when they are doing continuously it will cause for the skin disease, ചൊറിഞ്ഞു പൊട്ടുക, അലർജി അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, Active experimental investigation to differentiate natural silk and wool fibers from the artificial or synthetic fibers. Take about 2 square pieces with the sides of the okay. നമ്മളോട് ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള how to find out and natural fibers means like cotton, jute, silk, ഇങ്ങനെ വൂള് ഇങ്ങനെയുള്ളതും അതുപോലെ തന്നെ കെമിക്കൽ അതായത് സിന്തറ്റിക് ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞ പോളിസ്റ്റർ പോലെയുള്ളത് അങ്ങനെയുള്ളത് ഡ്രസ്സിന്റെ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചെറിയ ചെറിയ പീസുകൾ എടുക്കുക. കോട്ടൺ ഡ്രസ്സിന്റെ, വൂളൻ ക്ലോത്തിന്റെ, സിൽക്കിന്റെ. മിസ് ഒന്ന് പറഞ്ഞില്ലായിരുന്നു മറ്റേ ടൈപ്സ് ഓഫ് ക്ലോത്ത്സിന്റെ എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തോ അന്ന് മിസ് ഇതിന്റെ അകത്ത് എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. മിസ് അത് നോട്ടിൽ അത് പേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതെങ്ങനെ മിസ്സേ? ഫ്രണ്ട് അത് നോട്ടിന്റെ ഫ്രണ്ടിൽ പേസ്റ്റ് ചെയ്യണം, ബാക്കിൽ പേസ്റ്റ് ചെയ്യണം? കോട്ടൺ ക്ലോത്ത് പീസ്, one small piece cotton, one piece of silk, one piece of woolen, then other materials, അതായത് synthetic materials like polyester അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളില്ലേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഷാള്, ഇതൊക്കെ സിന്തറ്റിക് ആണ്, കെമിക്കൽ ചേർന്നതാണ്. പക്ഷെ ഈ ഡ്രസ്സ് ഇത് കോട്ടൺ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്കറിയാം നിങ്ങളുടെ ഉടുപ്പ് അങ്ങനെയുള്ള ഇതിലൊക്കെ അതിന് പല മെറ്റീരിയൽസ് ചെറിയ സ്മോൾ പീസസ് കട്ട് ചെയ്യുക, ഒരു സ്മോൾ വൺ പീസ് അത് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ടിലേക്ക് ഒരു ഗം വെച്ച് ഒട്ടിച്ചെടുക്കുക, ഒരു പേജില് പേസ്റ്റ് ചെയ്യുക. then take the photo. ബാക്ക് സൈഡിൽ നോട്ടിന്റെ ബാക്കിൽ പോരാ മിസ്സേ? ഇനി വേറെ നോ പ്രോബ്ലം, നിങ്ങൾക്ക് എവിടെയാ കംഫർട്ടബിൾ അവിടെ ചെയ്യുക. ആൻഡ് ഇവിടെ ദിയായും ഫെയ്ത്തും ഒന്നും ഇതുവരെ ഒന്നും തന്നിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല അല്ലേ ദിയ? Okay,
അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് എടുത്തിട്ട് ജസ്റ്റ് ബ്രിങ് ഇറ്റ് നിയർ ദ ഫ്ലെയിം. അതായത് ഒരു അടുപ്പിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിന്റെ ഫ്ലെയിമിന്റെ അടുത്ത് കൊണ്ടുവരിക. സോ വാട്ട് വിൽ ഹാപ്പൻ യു നോ? എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? If it is a natural fiber, it will burn off. കത്തിപ്പോകും. If it is a synthetic fiber, what will happen? It will melt only. അതായത് ഉരുകി വീഴും. അറിയാം നിങ്ങൾക്കത്? നാച്ചുറൽ ആയിട്ടുള്ള സംഭവം, അതായത് കോട്ടന്റെ ആയിക്കോട്ടെ വൂളിന്റെ ആയിക്കോട്ടെ, അങ്ങനെ നമ്മളത് അടുപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി കത്തിച്ചെന്നാല്, അത് തീയുടെ അടുത്ത് കൊണ്ടുപോയി കത്തിച്ചു കഴിഞ്ഞാല് അത് it will burn off. അത് കത്തിങ്ങ് പോകും. അതിന്റെ ആഷ് വിൽ കം, അതിന്റെ ചാരമുണ്ടാകും. ബട്ട് ഒരു പോളിയസ്റ്റർ, ഫോർ എക്സാമ്പിൾ ഐ വിൽ ടെൽ, ഇത് ഈ ഷാള് ഞാനിത് അടുപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി തിരിയുടെ അടുത്ത് കൊണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാർഷലോ മല ദിയ ഒരു ബനീനല്ലേ ഇട്ടേക്കുന്ന മോളെ? യെസ്, ഫെയ്ത്ത് ഓൾസോ. നിങ്ങളുടെ ഈ ഡ്രസ് ഒന്നും അടുപ്പിന്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കല്ലോ? തിരിയുടെ അടുത്ത് ഒരു പീസ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് വോണ്ട് ബേൺ. അങ്ങനെ കത്തി ഇതാകിയല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ? അത് ഉരുകി വീഴും. അറിയാ? പ്ലാസ്റ്റിക് ഒക്കെ നിങ്ങൾ കത്തിച്ചിട്ടുണ്ടോ? ഇല്ല. Just for fun. Have you not done? No. See, once when I was a small child, means I think in first or second standard when I was studying, I think I and my brother was sitting. We got a piece of plastic piece. Then what he did is he took it and he took one candle, I think something like that way. Then it was burned. He took it near the flame and it got fire. Then he called it like this way. What happens? It doesn't burn like a cotton cloth and like paper. It won't burn. One drop. It was falling from that. I think I was in a third standard or second. I think, I don't know. Anyway, it was falling like that way. And I sat near him and I too was watching that and all. Both were sitting near and we were watching. And finally, what happens? Last the finish stage at the even the kaida at the Polandri. When he felt it is burning his finger, he just threw it. And correctly it fell on my face, somewhere here or somewhere here it fell down, and when I got burning, I rubbed like this way. Then I think nearly 15, 20, 25 years that this was scar was there. ഇവിടെ ഇങ്ങനെ വലിയ പാടുണ്ടായിരുന്നു. അത് പിന്നെ ഗ്രാജുവലി വളർന്ന് വലിയതായപ്പോൾ 10-25 വയസ്സൊക്കെ ആയപ്പോഴും പോയിന്ന് തോന്നുന്നു. എന്നാൽ സ്റ്റിൽ അതിന്റെ ചെറിയൊരു ഭാഗം എന്റെ പേജിൽ എവിടെയുണ്ട്. അപ്പൊ അത് പേപ്പർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബേൺ ഓഫ്. അത് കത്തിങ്ങ് പോകും, ചാരം ഉണ്ടാകും. പക്ഷെ പ്ലാസ്റ്റിക് ആകുമ്പോഴോ ഇറ്റ് ഈസ് എ കെമിക്കൽ തിങ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബേൺ ലൈക്ക് ദിസ്, ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ലൈക്ക് ദാറ്റ് വേ. If you burn like this, your dress also like this way, means that this type of dress and all it will burn. It's the same thing only. You can see that ഡ്രോപ്സ് ഓരോ തുള്ളി ഇങ്ങനെ വീഴുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഉരുക്കി. അത് നമുക്ക് ഒരു ചാരം ഒന്നും കിട്ടില്ല. ലാസ്റ്റ് ഫൈനലി പ്ലാസ്റ്റിക് ഒക്കെ കത്തിച്ച് കഴിയുമ്പോൾ ഒരു ഉരുട്ടൊരു കഷ്ണം പോലെ ഇങ്ങനെ ഒരു ഇത് കാണും, കട്ട പോലെ. അതുപോലെ ഇതും കാണും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കോട്ടൺ ഡ്രസ്സുകളാണ്, ഇതൊക്കെയാണ് നമുക്ക് ശരിക്കും കത്തിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് മിസ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒന്ന് നിങ്ങൾ കൈയൊന്നും പൊളിച്ചേക്കല്ലേ. ഒരു കാര്യം, സ്കൂളൊക്കെ തുറന്നിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൈയൊക്കെ ഉരുകി വീണിട്ട് കൈയൊക്കെ പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയും, അയ്യോ മോശം മിസ് പറഞ്ഞിട്ടാണ് എന്റെ കൈ പൊള്ളി എന്ന് പറയും. ഓക്കെ, here a table photo and characteristics of cloth observation. So characteristics, silk, wool, artificial cloth. So silk and wool burns or melts. എന്ത് ചെയ്യുന്നു? burns. ഇവിടെ silk burns, wool burns. ബട്ട് ആർട്ടിഫിഷ്യൽ ക്ലോത്ത് എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യും, അതായത് ഉരുകി വീഴും. നെക്സ്റ്റ് സ്മെല്ല് എങ്ങനെയാന്ന് നോക്കാം. സിൽക്കിന്റെ എന്താണ്? ഐ തിങ്ക് ദിയ പ്ലീസ് അൺമ്യൂട്ട്, പ്ലീസ്. Can you unmute? Can you read out that? അതായത് ടേബിൾ 4 നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇത് ഈ പറഞ്ഞ ഓരോന്നും ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ല കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് നമ്മൾ തീനാളത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന, ഫ്ലെയിമിന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്താകും എന്നാണ്. സിൽക്ക് എന്ത് ചെയ്യുന്നു?
ആണ്ടാ ദിയാനെ വിളിച്ചപ്പോ ദിയ പോയോ? Okay, Anne Maria. Anne Maria, please can you unmute? Yes, miss. Can you read? I think she has to rejoin. Faith, Faith, are you alive? എന്താ നീ ഒരു ഫോട്ടോയൊക്കെ വെച്ചിങ്ങനെ സ്റ്റക്കായി നിൽക്കുക? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുക, നീ കേൾക്കുന്നുണ്ടോ? അവനും പോയാ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, Anne Maria, please read. Anne Maria. Anne Maria സ്റ്റക്കായി പോവാണോ? മിസ് ഇതവിടെ ലാസ്റ്റ് ഒരു ടേബിൾ തന്നേക്കുന്ന കണ്ടായിരുന്നോ? ലാസ്റ്റ് പേജ് നമ്പർ 42-ല്. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്ലോത്തും നാച്ചുറൽ ആയിട്ടുള്ള ഫൈബറും കൊണ്ട് ഉണ്ടാക്കിയ ക്ലോത്തും തമ്മിലുള്ള ഡിഫറൻസുകളാണ് നമ്മള് ഫ്ലെയിമിന്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ. ഫസ്റ്റ് അത് ബേൺ ചെയ്യുമോ മെൽറ്റ് ചെയ്യുമോ? സിൽക്ക് എന്ത് ചെയ്യുന്നു? ബേൺ, കത്തുന്നു. ഫുള്ളും ബേൺ ചെയ്യും. ബട്ട് ആർട്ടിഫിഷ്യൽ ക്ലോത്ത് എന്ത് ചെയ്യുന്നു? മെൽറ്റ്. ഓക്കെ. And second one is smell. What about the smell? Silk in എന്താണ്? No strong odor, not much strong ആയിട്ടുള്ള സ്മെൽ വരുന്നില്ല. Wool, burning hair, അതായത് നമ്മുടെ മുടി കത്തുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലാണ് അത് വരുന്നത്. നിങ്ങളുടെ മുടി എപ്പോഴെങ്കിലും കത്തിയിട്ടുണ്ടോ ദിയ, ആൻമരിയ? മുടിക്ക് എപ്പോഴെങ്കിലും തീ പിടിച്ചിട്ടുണ്ടോ? നെവർ. ദിയ, ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴത്തേനും പോയായിരുന്നു അല്ലെ? ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യന്, എന്റെ മുടി എപ്പോഴെങ്കിലും കത്തിയിട്ടുണ്ടോ? ഹാവ് യുവർ ഹെയർ ബേൺ അറ്റ് എനി ടൈം? നല്ല പിള്ളേര്. എന്റെ കത്തിയിട്ടില്ല, കത്തിച്ചിട്ടുണ്ട്. ആരുടെയാ? എന്റെ കത്തിച്ചില്ല, മറ്റൊരു ചേച്ചിയുടെ കത്തിച്ചിട്ടുണ്ട്. ചേച്ചിയുടെയോ? ഹു ഈസ് യുവർ സിസ്റ്റർ? ഒരു ചേച്ചിയുടെ പള്ളിയിൽ പോയപ്പോ മെഴുകുതിരി അറിയാതെ വന്നതാ. ഓക്കെ. Faith, have you ever experienced? അപ്പൊ ഇന്നൊരു കാര്യം ചെയ്തോ, ആ എക്സ്പെരിമെന്റ് നടത്തിക്കോ. ഫെയ്ത്ത് സ്റ്റക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുടി കത്തുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ദിയ കുട്ടിയുടെ അനിയത്തി കുട്ടിയാണത്. വാട്ട്സ് ഹർ നെയിം? Maslaba. Okay, she is studying in which class? UKG. Okay. അപ്പം ഇന്ന് നിങ്ങളുടെ മുടി വേണമെങ്കിൽ ഒരെണ്ണം എടുത്തൊന്ന് കത്തിച്ചു നോക്ക്. ഇങ്ങനെ പിടിച്ചിട്ട് അടുപ്പിന്റെ അടുത്തുകൊണ്ട് കത്തിച്ചേക്കല്ലോ കേട്ടോ, ദയവ് ചെയ്ത്. ഓക്കെ, ആൻമരിയ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ, അവൾക്ക് സ്മെല്ല്, ദിയാക്ക് സ്മെല്ല് അറിയാം മുടി കത്തിയന്റെ. ഐ തിങ്ക് ആൻമരിയ ഡസനോ. ഓക്കെ, സോ സിൽക്ക് വൂള് കത്തിച്ചു കഴിയുമ്പോൾ How you know? Anmelia, how do you know the smell of burning hair? Okay, wool cloth കത്തിക്കുമ്പോൾ നമ്മുടെ മുടി കത്തുന്ന സ്മെൽ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ ഹെയർ ഓഫ് ആൻ ആനിമൽ, isn't it? wool എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹെയർ ഓഫ് ആൻ ആനിമൽ. സോ when we burn, we will feel like a burning hair smell. Next, artificial cloth ആണെങ്കിൽ characteristic odor, അതിന് വേറൊരു പ്രത്യേക തരം മണമാണ്. നമുക്കത് ഇഷ്ടമില്ലാത്തൊരു മണമാണ്. ക്ലോത്ത് കത്തൊന്നും അത്ര വലിയ ഇഷ്ടമില്ല, പക്ഷെ അത് ഹാർഡ് ആയിട്ടുള്ള, അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലല്ല. ഇനി റെസൈഡ് മീൻസ് സിൽക്കിന്റെ വൂള് ഡൾ ബ്ലാക്ക്, ഹോളോ ഹെഡ്, വിച്ച് ക്രഷസ് ഈസിലി ടു പൗഡർ. ആർട്ടിഫിഷ്യൽ ക്ലോത്ത് ആണ് ഡാർക്ക് ആൻഡ് ഹാർഡ് ബീഡ്. അപ്പൊ ഇതിന്റെ ഹാർഡ് എങ്ങനെയാണ് ഇത് പൊടിക്കാൻ? അതായത് ഇതിലേക്ക് നമ്മൾ എന്താ പറയണ്ടേ, പൊടിഞ്ഞു പോകുന്നത്, അതായത് പഴകി കഴിഞ്ഞു കഴിയുമ്പോൾ, അതായത് ഡ്രസ്സ് പഴകി കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡൾ ബ്ലാക്ക് ഹോളോ ഹെഡ്, ഹോളോ ബീഡ് വിച്ച് ക്രഷസ് ഈസിലി ടു പൗഡർ, ഡാർക്ക് ഈസിലി ടു പൗഡർ. അതായത് നമ്മുടെ ഇപ്പൊ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ, കോട്ടൺ ഡ്രസ്സുകൾ കുറെ നാൾ കഴിയുമ്പോൾ കീറി പോരും അല്ലെ? അതിങ്ങനെ പൊടിഞ്ഞു പോരും. പിന്നെ നമ്മൾ കുറെ നാൾ അത് മണ്ണിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണിലേക്കൊക്കെ അലിഞ്ഞു വരും കോട്ടൺ ഡ്രസ്സുകൾ. ബട്ട് ഈ ആർട്ടിഫിഷ്യൽ ക്ലോത്ത്സ്, ഹൗ ലോങ് ടൈം ഇഫ് ഇറ്റ് ലൈസ് ഇൻ ദ സോയിൽ ഓൾസോ, never it will be decayed with the soil. മണ്ണിലേക്ക് അലിഞ്ഞു ചേർത്തില്ല. അപ്പൊ അത് ഡാർക്ക് ഹാർഡ് ബീഡ് ആയിരിക്കും.
മറ്റൊന്ന് കുറെ പഴകി കഴിയുമ്പോഴത്തേനും പിഞ്ചി കീറിപ്പോകും. പക്ഷെ ഈ നിങ്ങളുടെ ഈ ബനിയൻ പോലത്തെ ഒക്കെ ഒരുപാട് നാളുകൾ നിൽക്കും അല്ലേ? Okay, next. Any other feature? Silk and wool are self-extinguishing. Artificial cloth and nylon, drops of melted nylon may fall to the ground. ചിലപ്പം അതിന്റെ ഡ്രോപ്സ് ഓഫ് നമ്മൾ തുണി അലക്കാൻ ഇട്ടാൽ പോലും കൂടെ അങ്ങനെയാണ്. നമുക്കറിയാം ഉണക്കാനൊക്കെ നമ്മൾ വെയിലത്തിട്ട് കഴിയുമ്പോൾ തന്നെ കോട്ടൺ ഡ്രസ്സാണ്, വി ക്യാൻ സ്ക്യൂസ് ഇറ്റ് നൈസ്ലി. കോട്ടൺ ആയിട്ടുള്ള നിങ്ങൾ ഡ്രസ്സുകൾ നമുക്ക് നന്നായിട്ട് അമ്മ അലക്കി, നിങ്ങൾ അലക്കാറുമില്ല പിഴിയാറുമില്ല, ഐ നോ ദാറ്റ്. ഉണ്ടോ? ഓ ഗുഡ് ഗേൾ. You will wash your clothes by yourself? Yeah? Will you wash your dress by yourself? What about you, Anne-Maria? You will do. Okay. Here, Faith and all, I don't know. Faith, പിന്നെ ഈ ക്ലാസ്സിൽ അലൈവ് അല്ല, ഞാൻ വിളിക്കുമ്പോൾ മാത്രം അലൈവ് ആയിട്ട് ഇങ്ങോട്ട് ഓടി വരും, പിന്നെ സ്റ്റക്ക് ആകും. Okay, like a statue will be. Anyway, I don't know whether he will wash his clothes or not. I hope he will do that. നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. How you will wash the cotton cloth? How it will be while you wash it? After washing, you will dip into water, then you will squeeze it. What is the meaning of squeeze? പിഴിയുക. അപ്പൊ പിഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ we can squeeze it properly and all the water will fall off, isn't it? But if it is polyester or nylon cloth, what will happen? നമ്മൾ പിഴിയുമ്പോൾ കുറച്ച് വെള്ളം അങ്ങ് പോകും. After that, if we put on the rope, നമ്മൾ കയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ ഡ്രോപ്സ് ഓഫ് വാട്ടർ will be going on falling, isn't it? But കോട്ടൺ ക്ലോത്തിൽ അങ്ങനെയല്ല. കോട്ടൺ ക്ലോത്ത് നമ്മൾ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ ഡ്രോപ്സ് വീഴത്തില്ല. പിന്നെ നമ്മൾ just it will drip into the water and just will take and put it on the rope, അങ്ങനെ വീഴും. Otherwise, if we squeeze, what will happen? All water will go, isn't it? One second, please. One second. So, ഇപ്പൊ പറഞ്ഞ ഡിഫറൻസ് സെൽഫ് എക്സ്റ്റിങ്വിഷിംഗ്, അത് കഴിഞ്ഞ് പിന്നെ ഡ്രോപ്സ് ഓഫ് മെൽറ്റഡ് നൈലോൺ മേ ഫോൾ ടു ദ ഗ്രൗണ്ട്. പിന്നെ നമ്മൾ ഇത് എല്ലാ തരത്തിലും ഡിഫറൻസസ് ഉണ്ട് ക്ലോത്തിന്റെ ഇതില്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നിങ്ങളുടെ ഷോളോ അങ്ങനെയുള്ള ഉടുപ്പോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട്, കോട്ടൺ ഇല്ലാത്തത് ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഡ്രോപ്സ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പോളിസ്റ്റർ ടൈപ്പിലുള്ളതാണ്. Okay. So lesson is over. Do you have any doubt? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വേഗം ചോദിച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. Faith, please come. Okay. Oral question, page number. Where is oral question? Page number 40 എടുത്തേ. 4040. 40. Oral questions. Identify the following as animal and plant fibers. Cotton. Is it a cotton? Is it a plant fiber or animal fiber? Diya, Bamute, Onake, video onaka, audio onaka. And Maria, please mute, unmute. Akunyavadu ninnote, sorry, lavalodu ninnote. Diya, you don't bother about her. She's not disturbing you. Let her stand there. Okay, no problem. You answer me. And Maria, please answer me. Identify the following as animal or plant fiber. Cotton. Cotton plant Indiana? Plant fiber. Plant. Okay. Kashmiri. Kashmiri. Animal fiber. Animal. Okay. Flax. Mola, Kunjiparu. Don't make a sound. Chechidatu ninno kodapilla. Sound akkalle mutte. Okay. Flax endana? Plant ana animal ano? Is plant. Okay. Next one is jute.
Jute, plant ano, animal ano? Eh? Tell loudly. Anne Maria, respond fastly. Jute is plant or animal fiber? Anne Maria is not responding. Dia, please tell me, please. എടി അവളവിടെ നിന്നോട്ടിടി, നീ അവളെ മൈൻഡ് ആക്കണ്ട മുത്തേ. കുഞ്ഞല്ലേ അവള്. She is not disturbing you, but you are distracted, I think. Okay, you answer me. Jute, is it getting from plant or animal? Miss, plant fiber അല്ലേ മിസ്? Jute from plant. Okay. Flax also from plant. Next, wool. Wool, animal. Animal. Okay, silk. Animal. Animal. Okay, okay. Faith പോയെന്ന് തോന്നുന്നു. Faithന്റെ അവിടെ ഇങ്ങനെ കണ്ടോ? അവന്റെ ഫോട്ടോ കാണാമോ നിങ്ങൾക്ക്? Faith stuck ആണെന്ന് തോന്നുന്നു. He is not rejoining also. Or otherwise he is hearing or not? I don't know. Okay, next second question. Does Angora fiber come from goat or rabbit? Angora fiber എവിടുന്നാ കിട്ടുന്നത് നമുക്ക്? Rabbit. From Angora rabbits. Okay. Third question. Wool is a bad conductor of heat, but this cannot explain why wool keeps us so warm. What other factor contributes to this? Miss, rabbit ആണോ മിസ് second one? Angora rabbit. Okay. Wool is a bad conductor of heat, but this cannot explain why wool keeps us so warm. What other factor contributes to this? എന്താണ് അത് നമുക്ക് പറയാൻ പറ്റുന്നത്? Air spaces between the wool fibers traps air. Air is a bad conductor of heat. So this shields the body from cold and keeps it warm. Air ശരിക്കും പറഞ്ഞാൽ സോറി, wool ഒരു bad conductor of heat ആണ്. എങ്കിൽ പോലും നമുക്ക് ചൂടാകുന്നതിന്റെ കാരണം എന്താണ്? എയർ സ്പേസ് ബിറ്റ്വീൻ ദ wool ഫൈബറിന്റെ ഇടയ്ക്കുള്ള സ്പേസ് മുകളിലൂടെ എയർ ട്രാപ്പ് ചെയ്യും. Air is a bad conductor of heat. So this shields the body from cold and keeps it warm. Next, what factors decide the quality of wool? ഒരു വൂളിന്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കോസ്റ്റ്. ക്വാളിറ്റി, അത് കോസ്റ്റിന്റെ ക്വാളിറ്റിയാണ് പറയുന്നത്. അത് കോസ്റ്റ് കൂടാൻ കാരണം അല്ലെ കുറയാൻ കാരണം അതിന്റെ ക്വാളിറ്റിയാണ്. അതിനെ ക്വാളിറ്റി നല്ലതാണ് അല്ലെങ്കിൽ ബാഡ് ആണ് എന്ന് പറയുന്നതിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എങ്ങനെയാണ് നമ്മൾ പറയുന്നത് നല്ല വൂളാണ്, ഇറ്റ് ഇസ് നോട്ട് ഗുഡ്? ഹലോ ഫെയ്ത്ത്, where were you up to now? Okay. It's a thickness, it's a length, it's a shine and strength and color. Okay, what are the answer? അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് അതേപോലെ ഉണ്ടല്ലോ. Making a shape, another quality decides the thickness. So page number ആ പേജിൽ തന്നെയുണ്ട്. The quality is decided on the basis of thickness, length, shine, strength and color of the fiber. Okay. Next question, next oral question, page number 42. At what stage in the life cycle of a silk moth is it killed to get the silk? അതിന്റെ ഏത് സ്റ്റേജിലാണ്? അതിന് അന്നേരം പറയുന്നത് അതിനെ കൊല്ലുന്നത് എപ്പോഴാണ്? നമ്മള് ഏത് സ്റ്റേജിലാണ്? പ്യൂപ്പ. ഇറ്റ്സ് പ്യൂപ്പ സ്റ്റേജ്. ആ കൊക്കൂടിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ സമയം, കൂടിന്റെ ഉള്ളിൽ കിടക്കുന്നതിനെ വിളിക്കുന്നത് വരുന്നതാണ് പ്യൂപ്പ. About how to be killed to get 1 kilogram of silk? എത്ര പ്യൂപ്പേനെ കൊന്നു കഴിയുമ്പോഴാണ് നമുക്ക് 1 കിലോ സിൽക്ക് കിട്ടുന്നത് നമ്മൾ പഠിച്ചത്? നിയർലി 5,500 silk worms. Okay, 5,500 കൊക്കൂൺ അല്ലെ പ്യൂപ്പേനെ നമ്മൾ കൊന്നു കഴിയുമ്പോ അതിന്റെ കൂടിൽ നിന്നാണ് നമുക്ക് 1 കിലോ കിട്ടുന്നത്, സിൽക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് റോ സിൽക്ക്? The resulting thread is called raw silk. The resulting thread is obtained by twisting the filaments of cocoons is called raw silk. Next, third one, fill in the blanks to describe the process of the reeling. Cocoons heated in dash. Hot
boiling water and filaments. Boiling water, filaments from 4 to 8 cocoons joined and twisted and combined with the other similarly twisted.